ചായ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. കണ്ടു നോക്ക്, ആർക്ക് വേണമെങ്കിലും ചായ ഉണ്ടാക്കാം. ഇങ്ങനെ നിങ്ങൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ പാരൻസ് പറയും വാവ് അടിപൊളി, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇപ്പം ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ചായയാണ് ഇടുന്നത്. ഞാൻ ഇങ്ങനെ ഇപ്പം ഇടുന്നത്, അതായത് 1/2 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസും കുറച്ച് കൂടുതലും പാലും, പിന്നെ ബാക്കിക്ക് വെള്ളം. എത്രയാണോ ബാക്കിയുള്ളത് അതിനനുസരിച്ച് വെള്ളം. നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പിൽ അത്ര അളവിൽ നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഈ പാല് നല്ല ഒന്ന് തിളച്ച് വരാനായിട്ട്. അതിനിടയ്ക്ക് വേറൊരു സൂത്രപ്പണി ഉണ്ട്. അപ്പം നല്ല ഫ്ലേവർ എനിക്ക് 3 ഏലക്ക വേണം കേട്ടോ, ബിക്കോസ് എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട്, അപ്പോഴേക്കും ഇടണം കേട്ടോ. ഇട്ടേക്കാം. നമ്മുടെ ചായ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരട്ടേട്ടാ, നോക്കി നിൽക്കണേ, തൂകി പോകരുത്. അപ്പം തീ കുറയ്ക്കുക. തിളച്ച് മേളിൽ വരുമ്പോഴത്തേന് തീ കുറയ്ക്കുക. അപ്പം നല്ല പാല് നല്ലോണം വേവും. ഇനി ഇതിലേക്ക് നമ്മൾ ഏതാണോ ഇടാൻ ഉദ്ദേശിച്ചേക്കണ നമ്മുടെ തേയിലപ്പൊടി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കണത് ഞാൻ നാട്ടിൽ നിന്ന് മൂന്നാറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റിപ്പിൾ ടീ ആട്ടോ. നല്ല തേയിലപ്പൊടിയാണ്, ഇതൊക്കെ നല്ല ഡസ്റ്റ് ടീ പൊടിയാട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോണത്. കാണിച്ചത് കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാൻ എപ്പോഴും ഒരാൾക്കായതുകൊണ്ട് എനിക്ക് ഇച്ചിരി അത്യാവശ്യം കടുപ്പം വേണം. സോ ഞാൻ ഒരാൾക്കായതുകൊണ്ട് ഒരു ടീസ്പൂൺ, അതായത് ഒരു 1/2 ടേബിൾ സ്പൂൺ ആദ്യമേ ഇട്ട് നോക്കും ഞാൻ. കടുപ്പം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേന് അത്രയും മതിയാവുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലിട്ട് കൊടുക്കും കേട്ടോ, കുറച്ചും കൂടെ കടുപ്പാവാൻ എനിക്ക്. പൊടിക്കും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ, പൊടിക്കും കൂടെ മതി. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പം നല്ല കടുപ്പം കറക്റ്റായിരിക്കും. ഒട്ടും കൂടുതലല്ല എന്നാൽ ഒട്ടും കുറവല്ല. ഇത്രേ ഉള്ളൂ കാര്യം. പച്ചയായ നല്ല തിളച്ച് വന്നു. അപ്പം ഞാനത് ഓഫ് ചെയ്തു. മതി, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് അരിച്ചിട്ട് നല്ലോണം അടിക്കണം. അതിലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കണത്. എന്നിട്ട് കാണിക്കാം. ഞാൻ ചായയിൽ മധുരം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഞാൻ മധുരം ഇടുന്നില്ല. പഞ്ചസാര ഇടുന്നവരാണെങ്കിൽ ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വേണം അടിക്കാൻ. അപ്പോൾ ഇനി അടുത്തതാണ് നമ്മുടെ ചായയുടെ മെയിൻ സ്റ്റെപ്പ്. നിങ്ങൾ എങ്ങനെ ചായ ഉണ്ടാക്കിയാലും അടിച്ച് നല്ല പതപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരുവിധം നല്ല ടേസ്റ്റ് കിട്ടും. എനിക്കതാണ് ഇഷ്ടം. സോ ഞാൻ നല്ല അപ്പോൾ നമ്മുടെ അടിപൊളി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. നല്ല കടുപ്പവും നല്ല ഏലക്കയുടെ ഫ്ലേവറുള്ള ചായ റെഡി കേട്ടോ. ഒരു ഗ്ലാസ് കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാണ്ട് പറയല്ല, ഇങ്ങനെ ഉണ്ടാക്കിയാൽ നിങ്ങൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കണം.